ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥിന്റെ രണ്ടാം ഘട്ട പൊതുപര്യടനത്തിന് ഇന്ന് തുടക്കമായി. കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ മേച്ചിറപ്പാട് നിന്ന് ആരംഭിച്ച വാഹന പര്യടനം CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തുറന്ന വാഹനത്തിൽ മണ്ഡല പര്യടനം നടത്തുന്ന സ്ഥാനാർത്ഥിക്ക് ആവേശകരമായ വരവേൽപ്പാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ 3-ന് ആരംഭിച്ച ആദ്യഘട്ട പൊതുപര്യടനം 9-ന് അവസാനിച്ചിരുന്നു. ചെറിയ പെരുന്നാൾ, വിഷു തുടങ്ങിയ ആഘോഷ ദിവസങ്ങൾ ഒരുമിച്ചെത്തിയ സാഹചര്യത്തിലായിരുന്നു പൊതുപര്യടനത്തിന് ഹ്രസ്വമായ ഇടവേള നൽകിയത്. കുന്നത്തുനാട് മണ്ഡലത്തിലെ മേച്ചിറപ്പാട് നിന്ന് ആരംഭിച്ച പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ രണ്ടാം ഘട്ട പര്യടനം CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ലോകസഭയിൽ ഇവിടെ പോയ ആളല്ലേ ഇതിനു മുമ്പ് ഞാൻ ചെയ്യണ ഒരു അക്ഷരം എഴുന്നേറ്റ് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഭാഷയ്ക്ക് അത് 2 വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ മാഷെ പോലുള്ള ആൾക്കാരാണ് പാർലമെന്റിൽ പോകേണ്ടത്. നമുക്ക് കേരളത്തിന് വേണ്ടി വാദിക്കേണ്ടത്, കേരളം മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി വാദിക്കേണ്ടത്. ആ വാദം സ്വാഭാവികമായിട്ടും BJPയുടെയും കോൺഗ്രസിന്റെയും അവരുടെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കാൻ അത് ആവശ്യമാണ്. തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. പൂക്കളും പഴങ്ങളും പച്ചക്കറികളും മുതൽ പുസ്തകങ്ങളും സ്വന്തമായി വരച്ച പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ രേഖാചിത്രവും ഉൾപ്പെടെ സമ്മാനിച്ചായിരുന്നു പലരും തങ്ങളുടെ സ്നേഹവും പിന്തുണയും അറിയിച്ചത്. ഒരു മൂല്യവും നഷ്ടപ്പെടില്ലെന്ന് ഇന്ത്യ ജനത ഉറക്കെ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പാകണം ഇതെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. ഒരു മൂല്യങ്ങളും നഷ്ടപ്പെടില്ല എന്ന് ഇന്ത്യൻ ജനത ഉറക്കെ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പാകണം ഇത്. അതിൽ നമ്മൾ ഓരോരുത്തരും പങ്കാളികളാകണം. ഇത് നമ്മുടെ ചുമതല മാത്രമല്ല, കടമയാണ്. ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് വോട്ട് ചെയ്യുന്ന ഓരോരുത്തരെയും കടമയാണ് ഇന്ത്യയുടെ തനതായ സംസ്കാരങ്ങൾ നിലനിർത്തും എന്ന പ്രഖ്യാപനം. ചാലക്കുടി മണ്ഡലത്തിന് കീഴിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളുടെയും പകുതിയിലധികം ഭാഗവും സ്ഥാനാർത്ഥി ഇതിനകം പര്യടനം പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ട പര്യടനം ഈ മാസം 21 വരെ തുടരും. കൈരളി ന്യൂസ്, കൊച്ചി.